ഡൽഹിയിലെ 70 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5-ന്. ഒറ്റഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി ജനുവരി 17-നാണ്. ഡൽഹിയിലെ 70 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5-ന്. ഒറ്റഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി ജനുവരി 17-നാണ്. ഫെബ്രുവരി 8-ന് വോട്ടെണ്ണൽ. സൂക്ഷ്മ പരിശോധന 18-നും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 20-നുമാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് തീയതികൾ പ്രഖ്യാപിച്ചത്. ഇവിഎം അട്ടിമറി ആരോപണങ്ങൾ കമ്മീഷനെ വേദനിപ്പിച്ചെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു. ഇത്തരം ആരോപണങ്ങൾ വോട്ടെണ്ണലിന്റെ വേഗം കുറച്ചു. ചോദ്യം ചെയ്യാനുള്ള അവകാശം അടിസ്ഥാനരഹിത പ്രചാരണം നടത്താനുള്ള അവകാശമല്ലെന്നും എല്ലാ ആരോപണങ്ങൾക്കും മറുപടിയുണ്ടെന്നും എല്ലാ തെരഞ്ഞെടുപ്പുകളും സുതാര്യമാണെന്നും ഉത്തരവാദിത്തമില്ലാത്ത ആരോപണമാണ് ഉയർന്നതെന്നും തീയതികൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് രാജീവ് കുമാർ വ്യക്തമാക്കി. 7ാം ഡൽഹി നിയമസഭയുടെ കാലാവധി ഫെബ്രുവരി 15-ന് അവസാനിക്കും. തുടർച്ചയായി 3-ാം വട്ടവും അധികാരത്തിലേറാൻ ശ്രമിക്കുകയാണ് ആം ആദ്മി പാർട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിന്നു മത്സരിച്ച കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഇത്തവണ നേർക്കുനേർ പോരാടുകയാണ്. എങ്ങനെയും ഭരണം പിടിക്കാനുള്ള നീക്കമാണ് ബിജെപിയുടേത്. ന്യൂസ് ഡെസ്ക് മെട്രോ 7. എന്താ ഒരു ആലോചന? നല്ലൊരു ആലോചനയാണ്. അതെന്താ ആലോചന? ഒരു കല്യാണാലോചന. എവിടുന്നാ? ചാവറ മാട്രിമോണിയിൽ നിന്ന്. ഇനി ഒന്നും ആലോചിക്കണ്ട. നല്ല ആലോചനകൾക്ക് ചാവറ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യൂ.